ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും ചച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ഓണമാണ്. നമ്മുടെ സച്ചിൻ, രേവതിയും സുധിയും ശ്രീകാന്തും വർഷയും രവീന്ദ്രനും ചന്ദ്രയും പിന്നെ കലാവതി മുത്തശ്ശിയും ഒക്കെ ചേർന്നിട്ട് ഓണം ആഘോഷിക്കുകയാണ് നാട്ടില്. അങ്ങനെ പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധിക്കാണെങ്കിൽ പൂ പറിക്കാൻ ഭയങ്കര മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം തരം നല്ല മടി. അങ്ങനെ നമ്മുടെ സുധി പറയും, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? കാട്ടേ പോയി പൂവെല്ലാം മേടിച്ചാൽ പോരായിരുന്നോ? ഈ കഷ്ടപ്പെട്ട് ഈ പൂവെല്ലാം പറിച്ചു കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ എല്ലാവരും ഓണത്തിന് കടയിൽ നിന്ന് നേരെ പോയി പൂ മേടിക്കുക ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൈകളിൽ അത് എത്തില്ലേ എന്നൊക്കെ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതെ, ഞാൻ പൂ വിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മൾ എത്ര കടയിൽ പോയി പൂ മേടിച്ചാലും സ്വന്തമായിട്ട് നമ്മൾ പറിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തൊടിയിൽ പറിക്കുന്ന പൂവിന്റെ ഗുണവും മണവും മേന്മയും ഒന്നും കിട്ടത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പറിക്കുക തന്നെ വേണം. ആ ഒരു മണ്ണിന്റെ മണം ഉണ്ടല്ലോ, അത് നമുക്ക് പുതിയതല്ല, കടയിൽ നിന്ന് പൂവ് പറിച്ചാൽ കിട്ടത്തില്ല, പൂ മേടിച്ചാൽ കിട്ടത്തില്ല എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ അവിടെ ഇരുന്ന് പൂ പറിക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, അല്ല വർഷ, നീ ഇങ്ങനെ പൂ പറിക്കാനൊക്കെ ഇറങ്ങിയിട്ടില്ലേ? അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പൂ പറിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ ഒറ്റ മോളല്ലായിരുന്നോ? എന്നെ ഈ പാടത്തും തൊടിയിലും ഒന്നും വിടത്തില്ലായിരുന്നു. ഞാൻ എന്താ ഇതുപോലെ പുറത്തുനിന്ന് പൂ മേടിച്ചിട്ടൊക്കെ അത്തപ്പൂ ഇട്ടിട്ടുള്ളൂ. എന്നെ ചെളിയിലും മണ്ണിലും ഒന്നും ഇറക്കത്തില്ലായിരുന്നു എന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞപ്പം, ഒറ്റ മോളല്ലേ, പിന്നെ എങ്ങനെ ഇറക്കാനാ? അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അതെ, എനിക്കാണ് വിശന്നിട്ടും മേല, നമുക്ക് സദ്യ ഉണ്ടാക്കണ്ടേ? ഇതേ, ആദ്യം നമുക്ക് പോയി ഇല മുറിക്കാം, അത് കഴിഞ്ഞിട്ട് പൂ പറിക്കാം. കോപ്പ്, എനിക്ക് വിശക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധിക്ക് അപ്പം ചോറ് കഴിച്ചാൽ മതി, എങ്ങനെയെങ്കിലും സദ്യ കഴിച്ചാൽ മതി. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതിയും വർഷയും ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് പൂവൊക്കെ പറിച്ച് ഇറുത്ത് എല്ലാം സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് വെച്ചു കേട്ടോ. ഓണത്തിന് അത്തപ്പൂ ഇടാനുള്ള ആ ഒരു രീതിയിലാക്കി വെച്ചു. അങ്ങനെ അത്തപ്പൂ ഇടാനും തുടങ്ങി. സുധിക്ക് അവിടെ മടിയാട്ടോ. സുധി അവിടെയും ചെന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, പെട്ടെന്നൊന്ന് വേഗത്തിലൊന്ന് ഇട് ഏട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ വേഗത്തിലൊക്കെ ഇടുന്നത്, എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു അത്തപ്പൂക്കളവും ഒരുങ്ങി കേട്ടോ. ഒരു അടിപൊളി ഒരു അത്തപ്പൂക്കളവും ഒരുങ്ങി. അപ്പോഴേക്കും നമ്മുടെ സുധി ചോദിച്ചു, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പിന്നെ സൂപ്പറാ മക്കളെ, സൂപ്പർ പൂക്കളമാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും നല്ല പൂക്കളത്തിനുള്ള സ്പ്രേസ് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മയും പറഞ്ഞു, അതെ എന്റെ പൊന്നുമക്കളിട്ട പൂക്കളം കാണാൻ എന്ത് ഭംഗിയാ. ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കായിരിക്കും ഈ പ്രാവശ്യത്തെ ഓണപ്പൂക്കളത്തിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതെന്ന്. അങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിച്ചണിലെ പരിപാടിയാണ്. കിച്ചണില് ഓരോന്നൊക്കെ ഉണ്ടാക്കുകയാണ്. എല്ലാവരും കൂടുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ സച്ചി എന്തൊക്കെയോ എടുത്ത് തിന്നുകയും പിറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഇത് എന്താ സച്ചേട്ടാ, ഇങ്ങനെയൊക്കെ കഷ്ണം പിറക്കി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരത്തില്ലേ? ഓ സോറി എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ, സദ്യവട്ടവും പൂർത്തിയായി കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്നറിയാമോ? ഓണക്കളികളാണ്. ഇപ്പൊ കസേര കളി, ഈ സ്പൂണും നാരങ്ങയും കൊണ്ട് ഓട്ടം, അങ്ങനെ പല കളികളുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയും ശ്രീകാന്തും സുധിയും കൂടെ കസേര എല്ലാം ഇങ്ങനെ നിരത്തിയിട്ടു. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഞാനും ഉണ്ട് ഈ പ്രാവശ്യം കളിക്ക്, എനിക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെനിക്കറിയാം, അച്ഛമ്മ എന്തോ സമ്മാനം എല്ലാവർക്കും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പം ആന്റി ഈ ഒരു കളിക്ക് കൂടുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ, എനിക്ക് വേണ്ട സമ്മാനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവര് കസേര കളി നടത്തുകയാണ്. അങ്ങനെ കസേര കളി നടത്തുന്നു. അതുപോലെ പല കളികളൊക്കെ നടത്തി അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുകയാണ്. അതിനിടയിൽ സുന്ദരിക്ക് പൊട്ടുകുത്തൽ നടത്തി. എല്ലാവരും സുന്ദരിക്ക് പൊട്ടുകുത്തിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സുന്ദരിക്ക് പൊട്ടുകുത്തിയത് എവിടെയാണോ, നമ്മുടെ രേവതിയുടെ നെറ്റി കൊണ്ടുപോയ അവിടെ ഒരു ചെറിയൊരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുത്താതെ നമ്മുടെ സച്ചി നേരെ രേവതിയുടെ നെറ്റി കൊണ്ടുപോയി പൊട്ടുകുത്തി, വെറൈറ്റി ആയിട്ട്. ഏതായാലും അത്രയും നല്ല സുന്ദരി നമ്മുടെ സച്ചി അവിടെ എവിടെ നോക്കിയിട്ട് കണ്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം രേവതിക്ക് കൊണ്ടുപോയി സുന്ദരിക്ക് പൊട്ടുകുത്തൽ നടത്തിയത്. ഏതായാലും സുന്ദരിക്ക് പൊട്ടുകുത്തൽ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം അവരുടെ ഓണക്കളികളും ഒക്കെ തീർന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇന്ന്, അപ്പൊ നമുക്ക് ആ ഒരു ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ കുറെ നേരം കൊണ്ട് ഇവര് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് വർഷ പറഞ്ഞു, ഇതുവരെ സ്പെഷ്യൽ ഗസ്റ്റ് വന്നില്ലല്ലോ, എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്കും, ഒന്ന് ക്ഷമിക്ക, ഇപ്പൊ എത്തുന്നേ, ഇപ്പൊ വന്നോളും സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ സച്ചിയും രേവതിയും എല്ലാവരും ഈ ഗസ്റ്റിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഇന്നോവ വന്നു വീട്ടിന്റെ മുറ്റത്ത് നിന്നു, ഒരു റെഡ് കളറുള്ള ഒരു ഇന്നോവ. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, ഗസ്റ്റ് ആണോ അച്ഛമ്മേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ ഗസ്റ്റ് തന്നെയാന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് ആ ഗസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം ഒരു പ്രായമായ ഒരു സ്ത്രീയാണ് കേട്ടോ ഗസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അച്ഛമ്മയുടെ ഗസ്റ്റ് വന്നു, ഡോറ് തുറന്നു, ഇറങ്ങി. ഒരു പ്രായമായ ഒരു സ്ത്രീയാണ്. പ്രായമായി എന്ന് പറഞ്ഞാൽ അച്ഛമ്മയുടെ അത്രയും പ്രായമില്ല കേട്ടോ, എന്നാലും ഒരു 40 വയസ്സ് കാണും. അപ്പൊ ഈ ഗസ്റ്റിനെ കണ്ടത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. നമ്മുടെ സച്ചിയും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളും ആദ്യമായിട്ട് കാണുന്ന ഈ ഗസ്റ്റിനെ, അപ്പൊ നമുക്കും ഇതാരാന്ന് തോന്നിപ്പോകൂലേ? പക്ഷെ നമ്മുടെ സച്ചി ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ല കേട്ടോ, നമ്മുടെ സച്ചിയുടെ ടീച്ചർ അമ്മയാണ്. അപ്പൊ ടീച്ചറോ, അപ്പൊ സച്ചി ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയും, എന്റെ ടീച്ചറമ്മ, എന്റെ ടീച്ചറമ്മ. അപ്പോഴത്തേക്ക് സുധി, ടീച്ചറോ, ഏത് ടീച്ചർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സുധി ചിന്തിക്കുക. പക്ഷെ ശ്രീകാന്തിനല്ല, സച്ചിക്കും രവീന്ദ്രനും ഒക്കെ മനസ്സിലായി. അങ്ങനെ ഓടി നമ്മുടെ സച്ചി എന്നിട്ട് ടീച്ചറമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. നമ്മുടെ സച്ചി ഇവിടെയാണല്ലോ പഠിച്ചത്, അപ്പൊ സച്ചിയുടെ ടീച്ചർ എങ്ങാണ്ടാണ്, സച്ചിക്ക് ഇഷ്ടമുള്ള സച്ചിയുടെ ഫേവറേറ്റ് ടീച്ചറാ. അങ്ങനെ സച്ചി ടീച്ചറമ്മേനെ അകത്തേക്ക് വിളിച്ചു. എല്ലാവരും ടീച്ചറമ്മ ഇതാര് എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയത്തില്ല നമ്മുടെ സച്ചി അല്ലേ ഇവിടെ വളരുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ടീച്ചറമ്മേനെ അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തി. അപ്പൊ ടീച്ചറമ്മ തന്നെ പറഞ്ഞു, പിള്ളേരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കാതെ ബാ, എല്ലാരും ഓരോ സ്ഥലത്ത് വന്ന് ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒക്കെ ഇരുന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയുടെ അടുത്താണ് ടീച്ചറമ്മ ഇരുന്നത്. ടീച്ചറമ്മ ചോദിച്ചു, അല്ല മോനെ സച്ചി, നിനക്ക് സുഖമല്ലേ? എത്ര നാളായിടാ മോനെ നിന്നെ ഒന്ന് കണ്ടിട്ട്. സത്യം പറയാലോ, നിന്നെ കാണാൻ കൊതിയാവുമായിരുന്നു. പണ്ടേ മികച്ച അധ്യാപകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് മേടിക്കാൻ ഞാൻ വന്നപ്പം സ്കൂളിലെ കുട്ടികളുടെ വക ഒരു സ്വീകരണം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം പ്രതിനിധീകരിച്ച് അന്ന് സച്ചിയാ നിന്നത്. അവരായിരുന്നു എനിക്ക് പ്രസംഗം പറഞ്ഞതും എന്നെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചതും പൂച്ചെണ്ട് തന്ന് സ്വീകരിച്ചതും ഒക്കെ ഇവനായിരുന്നു. ഇവനായിരുന്നു ആ സ്കൂളിലെ മെയിൻ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ ഏറ്റവും ആഗ്രഹിച്ചത് ഇവൻ തന്നെയായിരുന്നു. കാരണം ഇവൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥി ആയിരുന്നു ഈ സച്ചി. ഇവന്റെ കഴിവുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവന് എന്റെ ഏറ്റവും നല്ല വിദ്യാർത്ഥി മാത്രമല്ല, എന്റെ സ്വന്തം മോനെ പോലെയായിരുന്നു ഇവന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല, ആ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവൻ മിടുക്കനായിരുന്നു. ഓട്ടത്തിലും ചാട്ടത്തിലും പഠിപ്പിലും എല്ലാം ഒന്നാമത്, സ്കൂളിലെ അഭിമാനം, എല്ലാ പിള്ളേരുടെയും ഹീറോ ആയിരുന്നു ഇവന്. അതുപോലൊരു മിടുക്കൻ കൊച്ചായിരുന്നു ഈ സച്ചി ട്ടോ. പിന്നെ ഇതിന് മാത്രമല്ല, സ്നേഹം കൊടുക്കുന്ന കാര്യത്തിലും സച്ചി മുന്നിൽ തന്നെ ആയിരുന്നു. മര്യാദയുള്ള ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാന് അന്ന് നടന്നൊരു സംഭവം നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ. ഒരു ദിവസം സ്കൂള് വിട്ടപ്പം നല്ല മഴ. കൂടെ എടുക്കാത്ത 2 കുട്ടികൾ വീട്ടിൽ പോകാൻ പറ്റാതെ വഴിയരികിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഈ ഇരിക്കുന്ന സച്ചി ഇല്ലേ, അവന്റെ കൊടയെടുത്ത് മറ്റേ കൂട്ടുകാർക്ക് കൊടുത്തു. എന്നിട്ട് ഇവന്റെ ഒരു കെട്ട് പുസ്തകം എല്ലാം കൂടി ഷർട്ടിനകത്ത് തിരികെ കയറ്റി മഴയത്തൊരു ഒറ്റ ഓട്ടമായിരുന്നു വീട്ടിലേക്ക്. അതുപോലെ സഹായിയായിരുന്നു ഇവന്. അന്നിവൻ തണുത്ത് വിറച്ചു മരവിച്ചങ്ങാട്ടാ വീട്ടിൽ കയറി ചെന്നത്. അവൻ തുപ്പിറ്റാന്ന് എന്ത് പറ്റി, പനി പിടിച്ചു ഇവൻ വീട്ടിൽ കിടന്നു. അന്ന് മുതലേ ഈ സച്ചിനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു നല്ല കൊച്ചിനെ. ഇവന്റെ ക്ലാസ്സിലെ വളരെ പാവപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരേ ഒരു ഷർട്ട് മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതും കീറിയ ഒരു ഷർട്ടായിരുന്നു. ചില ദിവസങ്ങളിലെ അലക്കി ഉണങ്ങാത്ത നനഞ്ഞ ഷർട്ട് ഇട്ടോണ്ടാ അവൻ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഷർട്ട് വേണമെന്നായിരുന്നു. എന്ത് ചെയ്തു നമ്മുടെ സച്ചി? ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. ഇവനെ ഒരു പുത്തൻ ഷർട്ട് ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്നു സച്ചി. നല്ല ഭംഗിയുള്ള നല്ല പൂക്കളൊക്കെയുള്ള ഷർട്ട്. അതൊക്കെ ഇട്ട് സന്തോഷത്തോടു കൂടിയാണ് ആശാനെന്ന് സ്കൂളിൽ വന്നത്. എന്നിട്ട് എന്തായി? പിറ്റേ ദിവസം ആ ഷർട്ട് ഇട്ടോണ്ട് വന്നതേ ആ പാവപ്പെട്ട കുട്ടിയാ. ഷർട്ട് സഹിതം അങ്ങോട്ട് ഊരി കൊടുത്തന്നേ. അതാ ഞാൻ പറഞ്ഞത്, മിടുക്കനായിരുന്നു എന്റെ സച്ചി. അന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എനിക്ക് വേണമെങ്കിൽ വേറെ കിട്ടും ടീച്ചറെ, അവനത് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് അവനുള്ളതാ, അവന്റെ ആഗ്രഹമല്ലേ പുതിയൊരു ഷർട്ട് ഇടുക എന്നുള്ളത്. അവന്റെ സന്തോഷം കാണുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് ആ സന്തോഷം കാണാൻ വേണ്ടിയാ ഞാൻ ആ ഷർട്ട് ഊരി കൊടുത്തത്. ഇങ്ങനെ എത്ര സംഭവങ്ങള്. ഇതൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് ചെറിയൊരു കാര്യമായിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ അന്നത്തെ കാലത്തുണ്ടല്ലോ ഇതൊന്നും ചെറിയ കാര്യമല്ല. അത് ഇവന്റെ ചെറിയ മനസ്സല്ലായിരുന്നോ? അന്നൊക്കെ ഈ കാണിച്ച ചെറിയ മനസ്സുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളല്ലേ ചെയ്തത്. ഇവന് മറ്റുള്ളവരോടായിരുന്നു കൂടുതൽ ഇഷ്ടം. മറ്റുള്ളവരുടെ ചിരി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇവന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാ മോനെ നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് മാറിയത്, നീ മിടുക്കനായിട്ട് ഉള്ളൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറിയത്. ഇപ്പോഴും പല ടീച്ചേഴ്സും എന്നോട് നിന്നെ കുറിച്ച് ചോദിക്കും. ഈ ടീച്ചറമ്മയ്ക്ക് മാത്രമല്ല എല്ലാ ടീച്ചർമാർക്കും ഈ മകന നിന്നെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമേ.
ഞാൻ എത്ര നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കാമെന്ന് അറിയാമോ സച്ചി? ഇന്ന് ഏതായാലും അത് സാധിച്ചു. ഏതായാലും അതുകൊണ്ടാ ഞാൻ ഇന്ന് നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ സച്ചിനെ കുറിച്ച് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറയാ, എന്റെ ജീവിതത്തില് ഞാൻ മറക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ എന്റെ ടീച്ചറമ്മ. ഞാൻ കൂടെ കൂടെ തിരക്കാറുണ്ടായിരുന്നു. ഡൽഹിയിൽ മക്കളോടൊപ്പം അല്ലേ ടീച്ചർ താമസിക്കുന്നത്? ആ അതേന്നെ, ഞാനേ ഓണത്തിന് വന്നതാ മോനെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി. എന്റെ ഈ സച്ചി മോനെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു വന്നതാ. എല്ലാവർക്കും എന്നും പ്രിയപ്പെട്ടവനായിരുന്നു നീ. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാ അന്ന് ആ സംഭവം നടന്നത്. ആ സംഭവം ആ സംഭവം നടന്നത് അത് അത് ഓർക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ മുഖവും അതുപോലെ സുധിയുടെ മുഖഭാവവും രവീന്ദ്രന്റെ മുഖഭാവവും ഒക്കെ മാറി കേട്ടോ. എന്നിട്ട് വീണ്ടും ടീച്ചറമ്മ പറയൂ, എന്റെ മോനെ, എന്റെ കുഞ്ഞിനെ സത്യം അറിയാതെ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് നേരെ സുധിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. സുധിയുടെ മുഖത്തേക്ക് ഒരു വെറുപ്പോട് കൂടിയാ നോക്കുന്നത് കേട്ടോ ഈ ടീച്ചറമ്മ. എന്നിട്ട് ടീച്ചറമ്മ പറഞ്ഞു, അന്ന് എല്ലാവരും ഇവനൊരു പ്രത്യേക രീതിയിലാണ് കണ്ടത്. പക്ഷെ ഞാൻ അന്നും ഇവനെ അങ്ങനെ കണ്ടില്ല. കാരണം എനിക്കിതിന് കഴിയില്ലായിരുന്നു. എനിക്ക് എന്റെ സച്ചിനെ നന്നായിട്ട് അറിയായിരുന്നു. ഇവൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന പോലെ ചിലപ്പോൾ വേറെ ആർക്കും വ്യക്തമായിട്ട് അറിയത്തില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാവരും ഇവനെ കുറ്റപ്പെടുത്തിയപ്പം ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തു നിന്നത്. ഇവൻ ചെയ്ത തെറ്റെന്താണെന്നും ഇവൻ ചെയ്യാത്ത തെറ്റെന്താണെന്നും നീന്റെ രീതി എന്താണെന്നൊക്കെ എനിക്കറിയാം. അല്ല, ടീച്ചർക്ക് ഓർമ്മയുണ്ടോ അന്ന് എല്ലാവരും കൂടി എന്നെ മാത്രം കുറ്റപ്പെടുത്തി ഞാൻ അന്നവിടെ ഒറ്റയ്ക്കായി പോയി. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാല് എല്ലാവരും കൂടി എന്നെ ഒറ്റയ്ക്കാക്കി. ആ ദിവസം ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ ദിവസം ടീച്ചർ എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. ടീച്ചർ ഭക്ഷണം തന്നു, വയറ് നിറച്ച് ഭക്ഷണം തന്നു. കുറെ നല്ല വാക്കുകൾ എന്നോട് ടീച്ചർ പറഞ്ഞു. അന്ന് ഒരുപാട് ആശ്വാസം ടീച്ചർ എനിക്ക് തന്നു. ആ ദിവസങ്ങളിലെ ഞാൻ കേൾക്കാൻ ഏറ്റവും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു ടീച്ചർ എന്നോട് പറഞ്ഞത്. ആരെങ്കിലും എന്നോട് നീ ഒറ്റയ്ക്കല്ല സച്ചി എന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അന്ന് ടീച്ചറാ എന്നോട് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും മോന്റെ കൂടെയുണ്ട്, പ്രത്യേകിച്ച് ഞാൻ കൂടെയുണ്ട് എന്ന്. എന്റെ ടീച്ചറമ്മ എന്നെ ചേർത്ത് പിടിച്ചു. ആ വാക്കുകൾ ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്, മനസ്സിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ വാക്കൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുപോലെ ടീച്ചറമ്മയും എന്റെ മനസ്സിലുണ്ട്. അത് പിന്നെ മോനെ, ഞാൻ നിന്നെ അന്നും വിശ്വസിച്ചിരുന്നു, അതുപോലെ ഇന്നും വിശ്വസിക്കുന്നു. അതിന് ഒരിക്കലും ഒരു തെളിവിന്റെയും ആവശ്യമില്ല ആ വിശ്വാസത്തിന്. ദേ മോനെ സച്ചി, ഇങ്ങ് നോക്കിക്കേ, ദേ ടീച്ചറമ്മ നിനക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചറമ്മ സച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കുക. എന്നിട്ട് ടീച്ചറമ്മ എന്ത് ചെയ്യുന്നു, ഒരു പുസ്തകമായിട്ട് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഈ പുസ്തകം എടുത്തു കൊടുത്തതും സച്ചി വെച്ചു, ഇതെന്താ ടീച്ചർ ഈ പുസ്തകം? അത് പിന്നെ നീ ഓർക്കുന്നുണ്ടോ? നീ പണ്ട് മറന്നു വെച്ചിട്ട് പോയതാ ഈ പുസ്തകം. നിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ പുസ്തകം ഇത് ദേ ഇനി നിന്റെ കയ്യിലാ ഇതിരിക്കേണ്ടത്. ഇതെന്താ ടീച്ചറമ്മേ? ഇതിന് പകരമൊക്കെ എന്താ ടീച്ചറമ്മയ്ക്ക് ചെയ്തു തരേണ്ടത്? നിന്റെ സ്നേഹം മാത്രം മതി, വേറെ എന്താ മോനെ എനിക്ക് വേണ്ടത്? ഈ കിളവിയായ ടീച്ചറമ്മയ്ക്ക് ഇനി എന്തെങ്കിലും വേറെ ആവശ്യമുണ്ടോ? നീ സ്നേഹിച്ചാൽ മാത്രം മതി, നിന്റെ സ്നേഹം മാത്രം മതി, നീ നന്നായി കണ്ടാൽ മാത്രം മതി. ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങളാ മോനെ. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും നിന്റെ മനസ്സിലുള്ള നന്മയും സ്നേഹവും നഷ്ടപ്പെടുത്താതെ നീ കാത്തു സൂക്ഷിച്ചു. അതല്ലേ വേണ്ടത്. അത് നശിപ്പിക്കാനേ ആരെ കൊണ്ടും കഴിയത്തില്ല സച്ചി. അതൊക്കെ നമുക്ക് ജന്മനാൽ കിട്ടുന്നതാ, ജന്മനാൽ പകർന്നു കിട്ടുന്ന കാര്യങ്ങളൊക്കെയാ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ടീച്ചറമ്മേ, ഇവിടെ ഒരാൾ ഇവിടെ സമ്മാനം മേടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. അത് കൊടുത്തിരുന്നെങ്കില് സച്ചിയെ കണ്ടപ്പോഴേ ഞാൻ എല്ലാം അങ്ങ് വിട്ടുപോയി എന്റെ പൊന്നി രവീന്ദ്ര, ക്ഷമിക്കണം. അല്ല, ഇവിടെ ആർക്കാ സമ്മാനം മേടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്? അത് പിന്നതേ ഇവക്കാ സമ്മാനം. പേര് വർഷ. രവീന്ദ്രന്റെ ഇളയ മോൻ ശ്രീകാന്തിന്റെ ഭാര്യ ഇവള്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും ശ്രീകാന്തും ചിരിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര സന്തോഷം, സമ്മാനം മേടിക്കുന്നതല്ല, അപ്പൊ പിന്നെ ചിരി വരുമല്ലോ. അപ്പോഴേക്കും രേവതി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ രേവതിനെ കണ്ടതും ടീച്ചറമ്മ ചോദിച്ചു, അല്ല നീയല്ലേ മോളെ രേവതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഞാൻ തന്നെയാ രേവതി. എന്റെ പേരാ രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ ഭാര്യ രേവതി. പിന്നെ നമ്മുടെ കലാവതിയമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം നീയാട്ട മോളെ, സച്ചിക്ക് ചേർന്ന് ഏറ്റവും നല്ലൊരു ഇണയല്ലേ കിട്ടിയേക്കുന്നത്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, മതി ടീച്ചറമ്മേ പറഞ്ഞതൊക്കെ, എന്നാ പിന്നെ നമുക്ക് സമ്മാനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കാണ് കേട്ടോ. നമ്മുടെ വർഷയ്ക്ക് ശ്രീകാന്തിനുമാണ് സമ്മാനം കൊടുക്കുന്നത്. ടീച്ചറാട്ടോ സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വർഷ സമ്മാനമൊക്കെ മേടിച്ചിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞു.
അപ്പം കലാവതി പറഞ്ഞു എന്നാ പിന്നെ ഇനി നമുക്ക് എല്ലാവർക്കും സദ്യ കഴിക്കാം, ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാനൊക്കെ ആയിട്ട് പോവുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് വല്ലാത്തൊരു സംശയം, എന്തായിരിക്കും സച്ചേട്ടന്റെ ആ പഴയകാല ചരിത്രം, അതാ ടീച്ചറമ്മയോടൊന്ന് ചോദിച്ചറിയണമല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് എല്ലാവരും പോയിരുന്നു കേട്ടോ. അപ്പോഴും നമ്മുടെ രേവതിയുടെ മനസ്സിൽ എന്തായിരിക്കും ആ കാര്യം, ടീച്ചറമ്മയ്ക്ക് അറിയായിരിക്കും ആ കാര്യം. ഇതുവരെ നമ്മുടെ രേവതിക്ക് ആ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. പരമാവധി എല്ലാവരോടും ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും എന്തുപറ്റി, നമ്മുടെ രേവതിക്ക് അത് കിട്ടിയിട്ടില്ല. എന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ടീച്ചറും ചോദിച്ചത് എന്ത് പറ്റി മോനെ, നിനക്ക് ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ മടിയാണോ? അല്ല രേവതി, ആണോ? ഇവൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നേ. ഉഫ്, എന്തു മടിയായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്, ഇതുപോലെ ഒരൊറ്റ ഇരിപ്പാനാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. കാരണം സച്ചിയുടെ മനസ്സ് നിറയെ എന്തോ വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതാണ് സച്ചി കഴിക്കാത്തത്. അങ്ങനെ ടീച്ചറമ്മ പറഞ്ഞു, ഇവന്റെ പുറകെ ഞാൻ എന്തോരം നടന്നിട്ടുണ്ടെന്നോ, കഴിക്കുമോനെ എന്നും പറഞ്ഞ്. ദേ പിന്നെ ഞാൻ ഒടുക്കമുണ്ടല്ലോ പണ്ട് പിടിച്ചിരുത്തി വാരി കൊടുക്കും, അപ്പോഴേ ഇവൻ കഴിക്കത്തുള്ളായിരുന്നു. പിന്നെ ഇവന് സ്ഥിരം ചോറ് വാരി കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, ഇവന്റെ അമ്മ ചോറ് വാരി കൊടുക്കുമല്ലേ എന്നൊക്കെ. അപ്പൊ ഇവന്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയെന്ന്. കാരണം നമ്മുടെ സച്ചിക്ക് ചന്ദ്ര ചോറ് വാരി കൊടുത്തൊരു ശീലമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.